നമസ്കാരം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന്റെ തുടക്കം മുതൽ വിവാദങ്ങൾ വിട്ടൊഴിയാതെ പുറകെയുണ്ട്. ഏറ്റവും ഒടുവിൽ വിള്ളൽ ആരോപണത്തിൽ വിവാദം പൊട്ടിപ്പുറപ്പെട്ടതോടെ മാർക്കാണോ ക്രാക്കാണോ എന്നതായി ചർച്ച. 24 പരിശോധിക്കുന്നു. പുനരധിവാസത്തിൽ വിവാദങ്ങൾക്കപ്പുറം എന്ത്? ദുരന്തം നടന്ന് 2 വർഷം തികയുന്നതിന് മുമ്പ് വിവാദത്തിൽ മുങ്ങുകയാണ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവും ടൗൺഷിപ്പ് നിർമ്മാണവും. ആദ്യം ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം ഇഴയുന്നതുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നിരുന്നു. ഉദ്ഘാടനം നിർവഹിച്ച 178 വീടുകളിൽ ഒന്നുപോലും താമസയോഗ്യമല്ല എന്നതായിരുന്നു പിന്നീട് ഉയർന്ന വിവാദം. കൈമാറാനിരിക്കുന്ന വീടുകളിൽ വിള്ളൽ കണ്ടെത്തിയതോടെ വിവാദങ്ങൾക്ക് കൂടുതൽ ചൂടുപിടിച്ചു. വയനാട് ദുരന്തം, മുണ്ടക്കൈ ചൂരൽമലയ്ക്കൊപ്പം കേരളത്തിന്റെ ഉള്ളുപൊട്ടിയ മഹാദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ ഇന്നും എല്ലാവരിലുമുണ്ട്. ദുരന്തത്തിന് പിന്നാലെ ദുരന്തബാധിതർക്ക് താമസിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടാണ് വിവാദം പുകയുന്നത്. മാർച്ച് 1 ടൗൺഷിപ്പിലെ നിർമ്മാണം പൂർത്തിയായ 178 വീടുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരുന്നു. എന്നാൽ ഉദ്ഘാടനം പൂർത്തിയായി 50 ദിവസം പിന്നിട്ട ഇന്നുവരെ ഒരൊറ്റ മനുഷ്യന് പോലും ആ വീടുകളിൽ കയറി താമസിക്കാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നിർമ്മാണം പൂർത്തിയായി വരുന്ന വീടുകളിൽ വിള്ളലുകൾ കൂടി കണ്ടെത്തി എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചത്. ഇതോടെ പ്രതിപക്ഷം വിവാദമേറ്റുപിടിച്ചു. ടൗൺഷിപ്പിലെ 178 വീടുകളിൽ ചിലതിൽ വിള്ളലുകൾ ഉണ്ടെന്നാരോപിച്ച പ്രതിപക്ഷം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സംഭവിച്ച നിർമ്മാണ അപാകതയെന്ന് കുറ്റപ്പെടുത്തി. പിന്നാലെയാണ് റവന്യൂ മന്ത്രി കെ രാജൻ സ്ഥലം സന്ദർശിക്കുകയും ഇത് കെട്ടിടത്തിന്റെ ബലം കുറയ്ക്കുന്ന വിള്ളലുകൾ അല്ലെന്ന് വിശദീകരിക്കുകയും ചെയ്തത്. വീടുകളിൽ കണ്ടത് വിള്ളലുകളല്ല, മറിച്ച് പരിശോധനയ്ക്കായി മാർക്കർ ഉപയോഗിച്ചു വരച്ച വരകളാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. എന്താണ് നിലവിൽ ഉയരുന്ന വിള്ളൽ വിവാദം? പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ എന്തെല്ലാം? വിഷുവിന് മുമ്പ് 178 കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ച വീടുകൾ കൈമാറുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്ക് ആകുകയാണോ? ജൂലൈ 30 അന്നാണ് കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായത്. 403 പേരുടെ മരണം സ്ഥിരീകരിച്ച ദുരന്തത്തിൽ 150-ലധികം പേരെ കാണാതായി. 1200 കോടി രൂപയാണ് സർക്കാർ കണക്കാക്കിയ നഷ്ടം. ദുരന്തത്തിനു പിന്നാലെ കേരളം വയനാടിനായി കൈകോർത്തു. 770 കോടി 76 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തി. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമി 5 സോണുകളായി തിരിച്ച് ആകെ 410 വീടുകൾ നിർമ്മിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. 2025 മാർച്ച് 27 കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി തറക്കല്ലിട്ടു. ലാബ്, ഫാർമസി, ആരോഗ്യ കേന്ദ്രം, പൊതുമാർക്കറ്റ്, ഓപ്പൺ എയർ തിയേറ്ററുകൾ, സ്പോർട്സ് ക്ലബ്, കുട്ടികളുടെ കളിസ്ഥലം, അങ്കണവാടി, ലൈബ്രറി, കമ്മ്യൂണിറ്റി സെന്ററുകൾ, മൾട്ടിപർപ്പസ് ഹാൾ തുടങ്ങി വിപുലമായ സൗകര്യങ്ങൾ ടൗൺഷിപ്പിന്റെ ഭാഗമാണ്. 1000 സ്ക്വയർ ഫീറ്റിൽ 2 കിടപ്പുമുറികൾ, ഒരു സ്റ്റഡി റൂം, വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളാണ് ടൗൺഷിപ്പിലെ വീടുകളിലുള്ളത്. ടൗൺഷിപ്പിൽ വീടെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് സർക്കാർ കൈപിടിച്ചുയർത്തുമ്പോൾ 178 കുടുംബങ്ങൾക്ക് 7 സെന്റ് ഭൂമിയുടെ പട്ടയം മുഖ്യമന്ത്രി ഗുണഭോക്താക്കൾക്ക് കൈമാറി. നറുക്കെടുപ്പിൽ
7 സെന്റ് സ്ഥലത്തിന്റെ പട്ടയം അനുവദിച്ച ഉത്തരവ്, വൈദ്യുതി, കുടിവെള്ളം, റേഷൻ കാർഡ് കണക്ഷനുകൾ, വീടിന്റെ ഉടമസ്ഥാവകാശ രേഖകൾ എന്നിവയ്ക്കുള്ള നടപടികളും പൂർത്തിയാക്കിയിരുന്നു. വൈകാതെ ദുരന്തബാധിതരുടെ മുഖത്ത് മാസങ്ങൾക്ക് ശേഷം പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ ഉറപ്പുകൾ പാഴാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഉദ്ഘാടനം കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോലും വീട് കൈമാറാൻ സർക്കാരിന് കഴിയാതെ വന്നതോടെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി ഉദ്ഘാടന ചടങ്ങ് മാറിയെന്ന ആരോപണം ഉയരുകയായിരുന്നു. ഏപ്രിൽ 17-നാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള സർക്കാർ ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളൽ വീണ സംഭവം വിവാദമാകുന്നത്. വിള്ളൽ വീണതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നായിരുന്നു ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ ആദ്യ പ്രതികരണം. നിരവധി പരിശോധനകൾ നടത്തിയിട്ടാണ് വീട് വാസയോഗ്യമാക്കുന്നതെന്നും അതിനിടയിൽ സ്വാഭാവികമായി നടക്കുന്നതാണ് ഇതെന്നുമാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അരുൺകുമാർ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയത്. ഏപ്രിൽ 17-നാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള സർക്കാർ ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളൽ വീണ സംഭവം വിവാദമാകുന്നത്. വിള്ളൽ വീണതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നായിരുന്നു ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ ആദ്യ പ്രതികരണം. നിരവധി പരിശോധനകൾ നടത്തിയിട്ടാണ് വീട് വാസയോഗ്യമാക്കുന്നതെന്നും അതിനിടയിൽ സ്വാഭാവികമായി നടക്കുന്നതാണ് ഇതെന്നുമാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അരുൺകുമാർ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയത്. 410 വീടുകളിലും ഇങ്ങനെയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും അതിനകത്ത് കൺസ്ട്രക്ഷൻ്റെ ഡ്യൂറിങ് എന്തെങ്കിലും കൺസേൺസുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിലോ നമ്മൾ അറ്റൻഡ് ചെയ്ത് പ്രോപ്പറാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ടെസ്റ്റുകളെല്ലാം നടത്തുന്നത് എന്തിനാണ്? നമുക്ക് ഭാവിയിലേക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ്. എന്നാൽ വയനാട് ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളലുണ്ടായെന്ന ആരോപണം തള്ളി റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്തെത്തി. മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞുവന്ന പാടുണ്ട്. ഇത് തടയാനുള്ള നടപടികൾ പൂർത്തിയായിട്ടില്ലെന്നും വീടുകളിൽ വിള്ളലുണ്ടായിട്ടില്ലെന്നും മന്ത്രി ഉറപ്പു നൽകി. പിന്നാലെയാണ് വീടുകളിലെ വിള്ളൽ സംഭവിച്ചിടത്ത് വരച്ച പെൻസിൽ മാർക്കുകൾ മന്ത്രി തന്നെ മായ്ച്ചത്. വിഷയം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തു. ടൗൺഷിപ്പിലെ വീടുകളിലെ വിള്ളലുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതർക്ക് ആശങ്കയുണ്ടെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പണി കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഉദ്ഘാടനം നടത്തിയതെന്നും OJ ജനീഷ് വിമർശിച്ചതോടെ വിവാദത്തെ രാഷ്ട്രീയായുധമാക്കി കോൺഗ്രസ് മാറ്റി. എനിക്ക് മനസ്സിലാകാതെ പോയത് കെ രാജൻ എന്ത് പറ്റിയെന്നുള്ളതാണ്. നമ്മൾ കണക്കാക്കിയിരുന്ന അദ്ദേഹം വലിയ കുഴപ്പമില്ലാത്ത വലിയ തകരാറില്ലാത്തൊരു മന്ത്രി എന്നാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം രാവിലെ ഇവിടെ വന്ന് പിന്നെ പെട്ടെന്ന് ഡെസ്കിൽ കയറി നിന്ന് ഒരു കടലാസ് എടുത്ത്, എനിക്ക് തോന്നുന്നു സാൻഡ് പേപ്പറാന്ന് തോന്നുന്നു, എടുത്തിട്ട് പിന്നെ മാച്ചിട്ട് എനിക്ക് വിശ്വാസമായി ഇത് വിള്ളലല്ല എന്ന് പറയും. വിള്ളൽ അതിൻ്റെ നടുക്ക, അദ്ദേഹത്തിൻ്റെ കണ്ണടയുടെ ഗ്ലാസിൻ്റെ പവറൊന്നും മാറ്റണം. വിള്ളൽ അതിൻ്റെ നടുക്കാണ്. അപ്പുറം ഇപ്പുറം വരച്ചത്, പേനയ്ക്ക് വരച്ചത്, ആ വിള്ളൽ മാർക്ക് ചെയ്താണ്. എന്താണ് വീടുകളിൽ സംഭവിച്ച വിള്ളലിന്റെ സത്യാവസ്ഥ? വിള്ളൽ സംഭവിച്ചെന്ന ആരോപണം സത്യമാണോ? കൃത്യമായ ക്വാളിറ്റി ടെസ്റ്റിംഗ് നടത്തിയിട്ടാണോ വീടുകൾ ദുരന്തബാധിതർക്ക് കൈമാറുന്നത്? പോൺ ടെസ്റ്റ് അടക്കമുള്ള പരിശോധനകൾ കോൺക്രീറ്റ് സമയത്തെ നിർമ്മാണ പിശകുകൾ കാരണം ഉണ്ടാകുന്ന ന്യൂനതകൾ പരിഹരിക്കാനാണോ? നോക്കാം. കെട്ടിട നിർമ്മാണത്തിൽ സ്ലാബുകളിലെയും ശുചിമുറികളിലെയും വാട്ടർ പ്രൂഫിംഗ് ജോലികൾ ശരിയാണോ എന്ന് പരിശോധിക്കാനായി നടത്തുന്ന രീതിയാണ് പോൺ ടെസ്റ്റിംഗ്. വീടിന്റെ ക്വാളിറ്റി ടെസ്റ്റിനു വേണ്ടിയാണ് ടെസ്റ്റ് നടത്തുന്നത് എന്നാണ് വിദഗ്ധാഭിപ്രായം. ഫ്ലഡ് ടെസ്റ്റിംഗ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. പരിശോധനയിൽ പോരായ്മകളുണ്ടായാൽ അത് പരിഹരിക്കാനാണ് പോൺ ടെസ്റ്റ്. വീടുകളിൽ 5 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പരിഹരിച്ചു നൽകാമെന്നാണ് ഊരാളുങ്കൽ സർക്കാരിന് നൽകിയ ഉറപ്പ്. അതിനാൽ ഇത്തരം ടെസ്റ്റുകൾ നടത്തുക എന്നത് നിർമ്മാണ കമ്പനിക്കും നിർണായകമാണ്. ഇലക്ട്രിക്കൽ ആവശ്യങ്ങൾക്കായി കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിലൂടെ PVC പൈപ്പുകൾ നൽകാറുണ്ട്. കോൺക്രീറ്റ് സമയത്ത് തൊഴിലാളികൾ വൈബ്രേറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഈ പൈപ്പുകളിലും വൈബ്രേഷൻ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ക്രാക്കുകളിലൂടെ വെള്ളമിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. പോണ്ടിംഗ് ടെസ്റ്റിന് ശേഷം ഈർപ്പം കാണുന്ന ഭാഗങ്ങളിൽ അപ്പോക്സി ഗ്രൗണ്ട് ഉപയോഗിച്ച ശേഷം വീണ്ടും ഈർപ്പമുണ്ടാകുന്നുണ്ടോ എന്നറിയാൻ 24 മണിക്കൂർ വെള്ളം കെട്ടിനിർത്തും. ഈർപ്പമില്ലെന്ന് ഉറപ്പായാലാണ് പിന്നീട് ടെറസ് മുഴുവൻ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുക. വയനാട്ടിലെ കാലാവസ്ഥയനുസരിച്ച് ഫൈബർ കോൺക്രീറ്റാണ് ചെയ്യുന്നത്. സർക്കാർ നിർദ്ദേശപ്രകാരമല്ല ഇത് ചെയ്തതെന്നാണ് വിഷയത്തിൽ ഊരാളുങ്കലിന്റെ വിശദീകരണം.
ഫലപ്രദമായ അപ്പോക്സി ഗ്രൗണ്ട് ഉപയോഗിക്കാമെന്നതും ഊരാളുങ്കലിന്റെ തന്നെ തീരുമാനമാണ്. മാനുഷികമായ പിഴവുകൾ പൂർണ്ണമായി ഒഴിവാക്കണമെങ്കിൽ കെട്ടിട നിർമ്മാണം മുഴുവൻ പ്രീകാസ്റ്റ് ആക്കണം. എന്നാൽ മുഴുവൻ പ്രീകാസ്റ്റ് ചെയ്താൽ 22 ലക്ഷം രൂപയ്ക്ക് നിർമ്മാണം പൂർത്തിയാകില്ലെന്നാണ് ഊരാളുങ്കലിന്റെ നിലപാട്. ഇവിടെ ഈർപ്പം സംഭവിച്ച ഭാഗത്തെ വിള്ളലാണ് പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിരുന്നത്. നിർമ്മാണം പൂർത്തിയാക്കാത്ത ടൗൺഷിപ്പ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ധൃതി പിടിച്ച് ഉദ്ഘാടനം ചെയ്തെന്നാണ് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചത്. മന്ത്രിയുടെ സന്ദർശനം വെറും നാടകമാണെന്നും ജനങ്ങളെ കബളിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപണമുയർത്തി. പിന്നാലെയാണ് പുനരധിവാസ പദ്ധതി കൂടുതൽ നീണ്ടുപോകാൻ ഇടയാക്കുമെന്ന ആശങ്ക ഉയർന്നതും. ഉരുൾപൊട്ടലിനെ വരെ പ്രതിരോധിക്കാൻ ഉതകുന്ന വീടാണ് നിർമ്മിക്കുന്നതെന്ന സർക്കാരിന്റെ വാദം നിലനിൽക്കുമ്പോഴാണ് നിർമ്മാണത്തിന് തൊട്ടു പിന്നാലെ വീടുകൾക്ക് വിള്ളൽ വീണത്. വയനാട് പുനരധിവാസ ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളൽ കണ്ടെത്തിയെന്ന വിവാദങ്ങൾക്ക് പിന്നാലെ വാർത്താ സമ്മേളനത്തിലൂടെ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്തെത്തി. വീടുകളിൽ വിള്ളലുകളുണ്ടെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമെന്നും എഞ്ചിനീയർമാർ പരിശോധനയുടെ ഭാഗമായി രേഖപ്പെടുത്തിയ അടയാളങ്ങളാണ് വിള്ളലായി തെറ്റായി ചിത്രീകരിക്കപ്പെട്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. വരകൾ വെറും അടയാളങ്ങൾ മാത്രമാണെന്ന് ജനങ്ങളെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്താനാണ് താൻ നേരിട്ടെത്തി പരിശോധന നടത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. എഞ്ചിനീയർമാർ രേഖപ്പെടുത്തിയ വരകളെ വിള്ളലായി മാധ്യമങ്ങൾ തുടർച്ചയായി കാണിച്ചെന്നും ആരോപണമുയർന്നു. ഒരു വീട് പൂർത്തിയായാൽ വീട് പൂർത്തിയായ വഴിക്ക് വീട് കൊടുക്കാൻ പറ്റില്ല. ആ വീടിന്റെ മുകളിൽ 24 മണിക്കൂർ വെള്ളം അടിച്ചു നിർത്തി വെള്ളം കിനിയുന്നുണ്ടോ എന്ന് നോക്കും. അപൂർവമായി ചില സ്ഥലത്ത് അങ്ങനെ കിനിയും. അങ്ങനെ കിനിഞ്ഞൊരു വീടാണത്. നിർമ്മിച്ച ടൗൺഷിപ്പിലെ വീടുകൾക്ക് ഗുണനിലവാരമില്ലെന്നും വിള്ളലുകൾ വീണിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ദുരന്തബാധിതനായ കെ പി നൌഫൽ രംഗത്തെത്തി. ചൂരൽമല സ്വദേശി നൌഫലിന് ലഭിച്ച സോൺ 1-ലെ 8-ാം നമ്പർ വീടിന്റെ മേൽക്കൂരയിലായിരുന്നു വിള്ളൽ. നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അധികൃതരെ കണ്ട് നൌഫൽ പരാതി അറിയിച്ചതോടെ മേൽക്കൂരയിൽ ലീക്ക് പ്രൂഫ് പ്രവൃത്തി നടത്തി. തൊട്ടപ്പുറത്തെ വീട്ടിലും സമാനമായ രീതിയിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. പരാതി പരസ്യമായി പറഞ്ഞതിനെ തുടർന്ന് നൌഫലിനെതിരെ വ്യാപക സൈബർ ആക്രമണമുണ്ടായി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവവും നഷ്ടപ്പെട്ടവർക്കായി സർക്കാർ തയ്യാറാക്കിയ പുനരധിവാസ കേന്ദ്രത്തിലെ സൗകര്യങ്ങളെക്കുറിച്ചായിരുന്നു നൌഫലിന്റെ വിമർശനം. കറക്റ്റ് ലീക്കുള്ള അവിടെ മാർക്ക് ചെയ്തവിടെ അത് ഈ ഊരാളുകൾ ഉദ്യോഗസ്ഥന്മാരെന്നെ വന്നിട്ട് മാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഞാനൊന്നുമല്ല മാർക്ക് ചെയ്തത്. ഈ മാർക്ക് ചെയ്തത് ഈ മന്ത്രി വന്നിട്ട് ഈ മാർക്ക് മാത്രം വായിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ചോദിക്കേണ്ട മന്ത്രി, ഞാൻ ഇവിടെ നിൽക്കണ്ട. എന്താ ഈ വീടിന്റെ ഉടമസ്ഥൻ, ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഞാൻ. ചോദിക്കാം. ഒരു അവകാശമല്ലേ, ഒരു അവകാശമാണ്. ഒരു അവകാശം ഉണ്ടല്ലോ, ആ അവകാശം ആ മന്ത്രിക്ക് എന്റെ അടുത്ത് ചോദിക്കാം. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 16 ബന്ധുക്കളെയാണ് നൌഫലിന് നഷ്ടപ്പെട്ടത്. പുതുതായി നിർമ്മിച്ച വീടും ഒലിച്ചുപോയി. പ്രവാസിയായിരുന്ന നൌഫൽ ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ തന്നെ ടൗൺഷിപ്പിൽ നൌഫലിന് ലഭിച്ച വീട്ടിൽ നേരിട്ടെത്തി അദ്ദേഹത്തിന്റെ പരാതിയിൽ കഴമ്പില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. മേൽക്കൂരയിൽ നിന്ന് വെള്ളം കിനിഞ്ഞിറങ്ങിയ ഭാഗത്ത് മാർക്കർ കൊണ്ട് അടയാളപ്പെടുത്തിയ ഭാഗം ചുരണ്ടിക്കളഞ്ഞാണ് കെ രാജൻ വീടിന് വിള്ളലില്ല എന്നവകാശപ്പെട്ടതെന്ന് നൌഫൽ ആരോപിക്കുന്നു. എന്നാൽ വിള്ളൽ വ്യക്തമായി കാണാനാകുന്ന അടുത്ത മുറിയിലേക്ക് മന്ത്രി പോയതുമില്ല. വീട്ടിൽ വന്നിട്ടും തന്നെ കാണാനോ പരാതി കേൾക്കാനോ മന്ത്രി തയ്യാറായില്ലെന്നും നൌഫൽ പറയുന്നു. വീടിന്റെ മറ്റൊരു മുറിയിൽ വിള്ളൽ ദൃശ്യമായിരുന്നെങ്കിലും മന്ത്രി അങ്ങോട്ട് പോയില്ലെന്നും തന്നോടൊന്നും ചോദിച്ചില്ല എന്നുമാണ് വീട്ടുടമ നൌഫൽ പറഞ്ഞത്. മാർക്കർ കൊണ്ട് അടയാളപ്പെടുത്തിയ ഭാഗം മാത്രമാണ് മന്ത്രി മായ്ക്കാൻ ശ്രമിച്ചതെന്നും നൌഫൽ. നമുക്കൊരു വീടാകുമ്പോൾ ഒരു സ്വപ്നമല്ല ഒരു വീട്. ആ വീട് എത്രത്തോളം ആയിന്ന് ഞാൻ ഒന്നരട വന്ന് നോക്കലുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് ഈ സംഭവം കണ്ണിൽപ്പെട്ടത്. ഉദ്ഘാടനത്തിന് രാവും പകലും പണിയുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു 1% വരെ പണി നടക്കണില്ല. എന്നാൽ ദുരന്തബാധിതനായ നൌഫലിനെതിരെ സൈബർ ആക്രമണം നടത്തരുത് എന്ന് മന്ത്രി കെ രാജൻ പ്രത്യേകം അഭ്യർത്ഥിച്ചു. ദുരന്തത്തിന്റെ ആഘാതത്തിൽ കഴിയുന്നവരുടെ വാക്കുകളെ ആ രീതിയിൽ തന്നെ കാണണം. തന്നെ കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് വിളിച്ചതിനെ ആത്മാഭിമാനത്തോടെയാണ് കാണുന്നതെന്നും മുതലാളി രാജൻ എന്ന് വിളിച്ചില്ലല്ലോ എന്നും അദ്ദേഹം പരിഹാസരൂപേണ പറഞ്ഞു.
വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും സുതാര്യമായ രീതിയിൽ പദ്ധതികൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഞാനൊരു കാര്യം എൻ്റെ പത്രസമ്മേളനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും പറയട്ടെ. ഏതെങ്കിലും വിധത്തിൽ നൗഫലിനെ സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലാതെയോ ആക്രമിക്കാവുന്ന ഒരു പണിക്കുമാരും മുതിരരുത്. ഞങ്ങൾ പറഞ്ഞാലും മുതിർന്നു എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു പണിക്കുമാരും മുതിരരുത്. നൗഫൽ ഒരു ദുരന്തബാധിതനായിട്ടുള്ള മനുഷ്യനാണ്. അയാൾക്ക് വികാരപരമായ വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അദ്ദേഹത്തെ ആക്രമിക്കാവുന്ന ഒരു പണിയും ആരും ചെയ്യരുത് എന്ന് ഞാൻ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളലില്ലെന്ന റവന്യൂ മന്ത്രി കെ രാജന്റെ മറുപടി വീട്ടുടമ തള്ളിയതോടെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കി. രാജന്റേത് നാടകമെന്നും ചോർച്ച പരിശോധിക്കേണ്ടത് എഞ്ചിനീയർ എന്നും വി ഡി സതീശൻ തുറന്നടിച്ചു. മന്ത്രി കെ രാജനെ പരിഹസിച്ച് ചാണ്ടിയുമ്മൻ രംഗത്തെത്തിയതോടെ വിവാദത്തിന് ചൂടുപിടിച്ചു. എന്ത് നാടകമാണ്? മന്ത്രിയാണ് മേശയുടെ പുറത്ത് കയറിയിട്ട് മന്ത്രിയാണ് ചോർച്ചയുണ്ടെന്ന് പരിശോധിക്കുന്നത്, പെൻസിൽ മാർക്കാണെന്ന് പരിശോധിക്കുന്ന മന്ത്രിയാണ്. മന്ത്രിയല്ലേ, പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നുന്നു. കാരണം കൃത്യമായി വീടിൻ്റെ പ്രശ്നങ്ങൾ, അതിന് യാതൊരു വിള്ളലും ഇല്ല എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ കൃത്യമായ ഒരു തൃശ്ശൂരുകാരനായ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ടൗൺഷിപ്പിലെ വിള്ളൽ വിവാദം കോൺഗ്രസ് ഏറ്റുപിടിച്ചതോടെ പ്രതിരോധം തീർക്കുകയാണ് CPIM. കോൺഗ്രസ് ദുരന്തബാധിതർക്കായി ഒരുക്കുന്ന വീടുകളുടെ നിർമ്മാണ പുരോഗതി ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐയും പ്രതിപക്ഷ ആരോപണത്തിന് മറുപടിയുമായി രംഗത്തെത്തി. മന്ത്രി കെ രാജനെ പരിഹസിച്ചവർക്ക് രാഹുൽ ഗാന്ധി തറക്കിലിട്ട വീടുകളുടെ അവസ്ഥ ചൂണ്ടിക്കാട്ടിയുള്ള മറുപരിഹാസമാണ് CPIM ഉയർത്തുന്നത്. വിള്ളലുള്ള വീട്ടിൽ താമസിക്കുന്ന ദുരന്തബാധിതൻ കോൺഗ്രസുകാരനെന്നാണ് ടൗൺഷിപ്പിലെ വീട് സന്ദർശിച്ച ശേഷം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞത്. കോൺഗ്രസിന്റെ ഭവന പദ്ധതി എവിടെയെത്തിയെന്ന് പറഞ്ഞിട്ട് മതി വിള്ളൽ പൊറാട്ട് നാടകമെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും പിന്നാലെയെത്തി. വീട് നിർമ്മാണത്തിനായി കോൺഗ്രസ് വാങ്ങിയ ഭൂമിയിലേക്ക് ഡിവൈഎഫ്ഐ ദിശ കാണിക്കുന്ന ബാനർ സ്ഥാപിച്ചതോടെ പരസ്പര ആരോപണവുമായി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ വിവാദത്തിനിരുവശവും അണിനിരന്നു. രാഹുൽ ഗാന്ധി കല്ലിട്ട വീടുകൾ എവിടെയെന്ന് ചോദിച്ച് മന്ത്രി വി ശിവൻകുട്ടിയുടെ പരിഹാസം. ഈ വയനാട് ടൗൺഷിപ്പിലെ ദുരന്തബാധിതർക്കായി നിർമ്മിച്ചിരിക്കുന്ന വീടുകളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. വീടുകളിൽ വിള്ളൽ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് വെറും പച്ചക്കള്ളമാണ്. ഈ കോൺഗ്രസ്സുകാരനല്ലേ അദ്ദേഹം? ആണോ അല്ലേ? അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ അല്ലേ? ദുരന്തബാധിത ഒറ്റ മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ. ഈ പറയുന്ന വീടുകളൊക്കെ ഇവിടെ നടക്കുക, നാട്ടുകാർ മുഴുവൻ കാണാൻ വരുന്നുണ്ട്, നിങ്ങളും കാണുന്നുണ്ട്. ഇത് പൂർണ്ണമായും കൈമാറിക്കഴിഞ്ഞാൽ, കൺസെഷൻ കഴിഞ്ഞ് കൈമാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി? പിന്നെ ഇതിലെന്തില്ല, ഒരു സംസാരമില്ല. ഇതിപ്പോ കൺസെഷനിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോ വരെയും വന്നിട്ട് ഓരോ ഉടമസ്ഥനും ഇങ്ങനെ പറയുന്നതിനെ വിളിച്ചു നോക്കേണ്ട ആളാ ഞാൻ. ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ 2 വർഷത്തോളമായി സ്വന്തമായി വീട് എന്ന ആശയം പൂർത്തിയാക്കാതെ നിൽക്കുന്നവരാണ് കൂടുതൽ പേരും. വിഷുവിന് മുമ്പ് തന്നെ ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പിലെ വീടുകളിൽ താമസം തുടങ്ങാൻ കഴിയുമെന്ന് ഏപ്രിൽ ആദ്യവാരം മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രഖ്യാപനമായി ഇത് ഒതുങ്ങുകയാണോ? ഇപ്പോ 178 വീടുകൾ നമുക്ക് കൈമാറാവുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. വീടുകൾ ലഭിക്കുക, അതിൽ താമസം ആരംഭിക്കുക എന്നതെല്ലാം അങ്ങേയറ്റം സന്തോഷം പകരുന്ന കാര്യമാണ്. ആദ്യഘട്ട ഗുണഭോക്താക്കളായി 178 കുടുംബങ്ങൾ, അവർക്ക് അവരുടെ ഭൂമിയുടെ പട്ടയം നൽകുകയാണ്. ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്കും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീട് കൈമാറുന്നതിന്. പ്രഖ്യാപനങ്ങൾ പാതിവഴിയിൽ അവസാനിക്കരുത്. 178 ഒതുങ്ങുന്നതല്ല ദുരന്തം ബാധിച്ചവരുടെ എണ്ണം. 402 കുടുംബങ്ങൾക്കും തലചായ്ക്കാൻ ഒരു വീടുണ്ടാകണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണമെത്തിയിട്ടും ദുരന്തബാധിതരുടെ സ്വപ്നത്തിലേക്ക് എന്തിനാണ് ഇത്രയേറെ ദൂരം നമ്മുടെ ഭരണ നേതൃത്വം സൃഷ്ടിക്കുന്നത്?
യെസ്, വിവാദങ്ങളിലെ വാദപ്രതിവാദങ്ങൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ. മാർക്കായാലും ക്രാക്കായാലും അത് പരിഹരിച്ച് ദുരന്തബാധിതർക്ക് അവരുടെ പുതിയ വീടുകളിലേക്ക് കാലതാമസമില്ലാതെ കയറാൻ സാധിക്കണം. അതിനുള്ള വഴികളിലേക്കാണ് സർക്കാർ ഉടനടി നീങ്ങേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.